നമസ്കാരം, സനി തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിക്കന്ദർ, സൽമാൻ ഖാൻ നായകനായി AR മുരുകദോസ് സംവിധാനം ചെയ്ത സിക്കന്ദർ ഈ വർഷം ഞാൻ കണ്ടതിൽ എൻ്റെ പ്രതീക്ഷ കാത്തു സൂക്ഷിച്ച ഏക സിനിമയാണ് സിക്കന്ദർ. കാരണം 100% ഞാനൊരു കൂതറ സിനിമ പ്രതീക്ഷിച്ചാണ് പോയത്. ആ കൂതറ സിനിമ തന്നെ എനിക്ക് ഇതിനകത്തുനിന്ന് കിട്ടി. എന്താ പറയുക, ഗജിനി, കത്തി, തുപ്പാക്കി, ഏഴാമറിവ് ഇതുപോലത്തെ കിഡിലൻ സിനിമകളെടുത്ത ഡയറക്ടറാണ് AR മുരുകദോസ്. പക്ഷേ പുള്ളി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ സങ്കടം വരും. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡയറക്ടറും കൂടിയാണ് AR മുരുകദോസ്. ഈ സിനിമ ശരിക്കും ഒരു അവിയൽ സിനിമയാണ്. ഈ അവിയൽ സിനിമ എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കുറേ വിജയ് സിനിമകൾ വെച്ചിട്ടുണ്ടാക്കിയതാണ്. കാരണം ഇതിൻ്റെ ഒരു ബേസിക് പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയുടെ തന്നെ തെറി സിനിമയിലെ ഫ്ലാഷ് ബാക്ക് പോർഷനിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് ഏകദേശം ഇതിൻ്റെ ഒരു സ്റ്റോറി സെറ്റ് ചെയ്തെടുത്തേക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലം കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്, പക്ഷേ ആ ഒരു സംഭവങ്ങളൊക്കെ ഏകദേശം അതിനകത്തൊക്കെ പോലെ തന്നെയാണ്. പിന്നെ ബിഗില് സിനിമയിൽ വിജയും നയൻതാരയും കൂടി ഒരു ബ്രാഹ്മിൺ ഫാമിലിയിൽ ഒരു വുമൺ എംപവർമെൻറ്റേക്ക് ഒരു ക്ലാസ് എടുക്കുന്നുണ്ട്. ആ ഒരു സെയിം സീൻ വീട്ടിൽ കയറിയിട്ട് ഇതേപോലെ ഒരു ബ്രാഹ്മിൺ ഫാമിലിയുടെ വീട്ടിൽ കയറിയിട്ട് സൽമാൻ ഖാൻ ഇതേപോലെ ഒരു അവയർനെസ് ക്ലാസ് എടുക്കുന്നുണ്ട്. പിന്നെ സർക്കാർ, കാരണം ഇതിനകത്ത് വില്ലൻ ക്യാരക്ടർ ചെയ്തിട്ടുള്ള സത്യരാജ് ഒരു മിനിസ്റ്ററിൻ്റെ റോളാണ് ചെയ്തേക്കുന്നത്. സെയിം നമ്മുടെ സർക്കാരിലെ പോലെ തന്നെ ഒരു ഇത്തിരി ഏജ്ഡ് ആയിട്ടുള്ളൊരു മിനിസ്റ്റർ വില്ലനാണ്. അപ്പോൾ അങ്ങനെ കുറേ വിജയ് സിനിമകൾ വെച്ചിട്ട് തന്നെ ഉള്ള ഒരു അവിയൽ പരുവത്തിലാണ് സിനിമ എടുത്തേക്കുന്നത്. സൽമാൻ ഖാൻ്റെ ക്യാരക്ടർ ഇതിനകത്തൊരു രാജാവാണ്. രാജാവ് എന്ന് പറഞ്ഞാൽ മറ്റേ ചെങ്കോലും കിരീടമൊക്കെ ഉള്ള ആ ഒരു രാജാവല്ല, രാജ്കോട്ട് രാജ പരമ്പരയിലെ അവസാനത്തെ കണ്ണി ആണ് സൽമാൻ ഖാൻ. അപ്പോൾ റോയൽ ഫാമിലിയാണ്. അപ്പോൾ അത് പറയുമ്പോൾ തന്നെ അറിയാലോ, നല്ല റിച്ചാണ് ആൾ. സിനിമയിൽ തന്നെ പറയുന്നുണ്ട് ഇന്ത്യയിലുള്ള ആകെ സ്വർണത്തിൻ്റെ ഏകദേശം 25% ഈ ഒരു രാജകുടുംബത്തിൻ്റെ കയ്യിലാണ്. അപ്പോൾ അങ്ങനെ ഭയങ്കര ഒരു റോയൽ റിച്ച് ആയിട്ടുള്ളൊരു ആളായിട്ടാണ് സൽമാൻ ഖാൻ ഇതിനകത്ത്. അപ്പോൾ സൽമാൻ ഖാൻ ഓൾറെഡി അങ്ങനത്തെ ലുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ സിനിമയിൽ പുള്ളിക്ക് ഏതാണ്ട് പനി പിടിച്ചില്ലേ, പനി പിടിച്ചേക്കുന്ന ആളെ പോലെയാണ് പുള്ളിയുടെ മൊത്തത്തിലുള്ളൊരു അഭിനയം. അത് പനി പിടിച്ചിട്ട് വയ്യാണ്ട് നമ്മളൊരാളെ കൊണ്ടുവന്നൊരു പണി ചെയ്യിക്കുക അല്ലെങ്കിൽ അഭിനയിപ്പിക്കുക എന്നൊക്കെ പറയില്ല, അതേപോലെയാണ്. കയ്യിൻ്റെ സ്ലീവൊക്കെ ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ അഴിച്ചിട്ട് വയ്യാത്ത ഒരാൾ നടക്കണ പോലെ കണ്ണൊക്കെ കണ്ടതിന് ശരിക്കും നമുക്കത് അങ്ങനെ തന്നെ തോന്നുള്ളൂ. എന്നാണ് സൽമാൻ ഖാൻ ഈ ഒരു സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വയ്യാണ്ടാണോ ഇത് എടുത്തതെന്ന് നല്ല രീതിയിൽ എനിക്ക് സംശയമുണ്ട്. കാരണം അത്രയും ഒരു രീതിയിൽ ഞാൻ സൽമാൻ ഖാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. പുള്ളിയുടെ ഏകദേശം ഒരു ആറ്റിറ്റ്യൂഡ് പരിപാടിയൊക്കെ ഇങ്ങനെയാണെങ്കിൽ പോലും ഈ സിനിമയിൽ പനി പിടിച്ച ഒരാളെ പോലെയാണ് പുള്ളി അത് ചെയ്തേക്കണത്. സൽമാൻ ഖാൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ഇതിനകത്ത് സിക്കന്ദർ അഥവാ സഞ്ജയ് രാജ്കോട്ട് അഥവാ രാജ സാബ്, അതോ ഇല്ല, ഇനിയൊരു അഥവയില്ല, അങ്ങനെ കുറേ പേരുകളുള്ള ഒരാളായിട്ടാണ്. കാരണം ഓൾറെഡി പറഞ്ഞായിരുന്നു റോയൽ ഫാമിലിയിലുള്ള ആളാണ്. അപ്പോൾ ആളുകൾ പല പേരുകളും പുള്ളീനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ റോയൽ ഫാമിലിയിലുള്ള ഒരു ആൾ ഒരു ഒരു മിനിസ്റ്ററായിട്ട്, അവിടെ മഹാരാഷ്ട്രയിലുള്ള ഒരു മിനിസ്റ്ററായിട്ട് ഒരു ഇഷ്യൂ ഉണ്ടാകുന്നതാണ് സിനിമയുടെ ഒരു പ്ലോട്ട്. അത് സംബന്ധിച്ച് അവർ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റാണ് സിനിമയുടെ ഒരു സ്റ്റോറി വരുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിങ്ങനെ ഒരു അവിയൽ പരുവത്തിൽ എടുത്തേക്കുന്നതാണ്. നമുക്ക് ഒരു തരത്തിലുള്ള ഒരു ഇമോഷനോ അല്ലെങ്കിൽ ആ സ്റ്റോറിയിൽ എന്തെങ്കിലും ഒരു പുതുമയോ ഒന്നും നമുക്ക് തോന്നണില്ല. മേക്കിംഗ് ആണെങ്കിൽ തന്നെ AR മുരുകദോസ് നമുക്കറിയാവുന്ന ഒരാളാണ്. പക്ഷേ ഇതിനകത്ത് ഇങ്ങനെ ചെയ്തു വെച്ചേക്കണം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത് AR മുരുകദോസ് തന്നെയാണ് ചെയ്തേക്കണേന്നുള്ളത്. ലാസ്റ്റ് കുറേ സിനിമകൾ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ആ സംശയം ഉണ്ടാവില്ല. പക്ഷേ എന്നിരുന്നാലും ഇത്രയും ഒരു കാലിബറുള്ള ഒരു ഡയറക്ടർ എങ്ങനെ ഇതേപോലെ ചെയ്യുന്നു? കാരണം ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ഏതോ പഴയ തെലുങ്ക് ഫോർമാറ്റ് മസാല പിടിച്ച് ചെയ്തേക്കുന്നൊരു പടം. സിനിമയിൽ 2 ഫീമെയിൽ ക്യാരക്ടേഴ്സാണ് ഉള്ളത്. ഒന്ന് രശ്മിക മന്ദാന, ഒന്ന് കാജൽ അഗർവാൾ. രണ്ടുപേർക്കും കൂടുതൽ പ്രത്യേകിച്ച് ഒന്ന് എടുത്തു പറയാനായിട്ട് ചെയ്യാനായിട്ട് ഒന്നുമില്ല അതിനകത്ത്. രശ്മിക മന്ദാനയ്ക്ക് പിന്നെ സ്റ്റോറിയിൽ ഇത്രയും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോളുണ്ട്, പക്ഷേ സീനുകൾ കുറവാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതാണ്. പിന്നെ പോസിറ്റീവായിട്ട് എടുത്ത് പറയാനായിട്ട് പടത്തിൽ അങ്ങനെ ഒന്നുമില്ല നിലവിൽ. പിന്നെ സൽമാൻ ഖാനെ കാണിക്കുമ്പോൾ ഉള്ളൊരു BGM ഉണ്ട്, അത് അത്യാവശ്യം കൊള്ളായിരുന്നു. പിന്നെ സൽമാൻ ഖാൻ്റെ ഇൻട്രോ, ഈ 2 കേസുകൾ ഒഴിച്ചാൽ വേറെ പോസിറ്റീവായിട്ട് പറയാനും ഒന്നുമില്ല. അപ്പോൾ മൊത്തത്തിൽ ഈ പറഞ്ഞ രീതിയിൽ ഒരു വളരെ നിരാശ സമ്മാനിച്ച ഒരു സിനിമ. AR മുരുകദോസിൻ്റെ ഇനി ശിവകാർത്തികേയനായിട്ടൊരു ഫിലിം വരുന്നുണ്ട്, മദ്രാസി എന്ന് പറഞ്ഞിട്ട്. അതാണ് ലാസ്റ്റ് ഇനി ഒരു പ്രതീക്ഷ. അതിപ്പോൾ നേരത്തെ പറഞ്ഞ പോലത്തെ അങ്ങനത്തെ ലെവൽ പ്രതീക്ഷയല്ല, ശരിയായിട്ടുള്ള പ്രതീക്ഷ. അപ്പോൾ ആ ഒരു സിനിമ എന്തായാലും ഹിറ്റാവണം. ഈ പറഞ്ഞ രീതിയിൽ AR മുരുകദോസ് തിരിച്ചു വരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എന്തായാലും അതിന് വേണ്ടിയിട്ട് എന്തായാലും കാത്തിരിക്കാം.